മൂക്കടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. കൈകൾ ക്രോസ് ചെയ്ത് കൈപ്പത്തികൾ കക്ഷത്തിൽ വെച്ച് കൈമുട്ടുകൾ താഴ്ത്തി ഷോൾഡേഴ്സ് റിലാക്സ് ചെയ്ത് കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് കുറച്ചു നേരം ബ്രീത്ത് ചെയ്യുക. ഇതിനെ പാദാതിരാസനം എന്ന് പറയും. നമ്മൾ കൈകൾ കക്ഷത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ നാസാദ്വാരങ്ങളെ തുറക്കാനായിട്ട് സഹായിക്കും. പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പും മെഡിറ്റേഷൻ ധ്യാനം ചെയ്യുന്നതിന് മുമ്പും ശവാസനം ചെയ്യുന്നതിന് മുമ്പും അല്ല യോഗ ആസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പും അല്ല സാധാരണ ഇപ്പം മൂക്കടഞ്ഞിരിക്കുന്നു, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഷോൾഡേഴ്സ് ടെൻഷൻ കൂടാതെ ഇങ്ങനെ ഇരിക്കുക. ഏറ്റവും ബെസ്റ്റ് ആസനം വജ്രാസനമാണ്. നമ്മൾ ഉപ്പറ്റിമേലിരുന്ന് കൈകൾ ഇങ്ങനെ വയ്ക്കുക. ഇനി വലത് വശത്താണ് വലത് മൂക്കാണ് അടഞ്ഞിരിക്കുന്നതെങ്കിൽ വലത് കൈ ഇടത് കക്ഷത്ത് വെച്ച് ബ്രീത്ത് ചെയ്യുക. ഇടത് മൂക്കാണെങ്കിൽ ഇടത് കൈ വലത് കക്ഷത്തിൽ വെച്ച് ബ്രീത്ത് ചെയ്യുക. ഇപ്പൊ നമ്മുടെ വലത് തലച്ചോറ് ശരീരത്തിന്റെ ഇടത് ഭാഗത്തെയും ഇടത് തലച്ചോറ് ശരീരത്തിന്റെ വലത് ഭാഗത്തെയും നിയന്ത്രിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ രണ്ട് നാസാദ്വാരങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗാസനമാണ് ധ്യാനിക്കുന്നവർക്കും പ്രാണായാമം ചെയ്യുന്നവർക്കും. മൂക്കടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രാണായാമം ചെയ്യാനായിട്ട് പറ്റില്ല, അതുപോലെ ധ്യാനിക്കാനും പറ്റില്ല. കാരണം ധ്യാനം അത് നമ്മുടെ ശ്രദ്ധ വളരെ നന്നായിട്ട് ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഇരുഭാഗവും നന്നായിട്ട് ബാലൻസ്ഡ് ആയിരിക്കണം. സൂര്യനാഡിയും ചന്ദ്രനാഡിയും ബാലൻസ്ഡ് ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനത്തിലിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഏതെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിക്കാനോ വായിക്കാനോ ഇരിക്കുമ്പോഴേക്ക് പ്രാണവായു ഇരുമൂക്കിലൂടെയും തുല്യമായിട്ട് എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല, എങ്കിലും തടസ്സമില്ലാതെ അങ്ങനെ സംഭവിക്കണം. ഓൾട്ടർനേറ്റീവായിട്ട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ എങ്കിലും ഇരുമൂക്കിലും മാറി മാറി കൃത്യമായി പ്രാണവായു സഞ്ചരിച്ചാലേ നമുക്ക് ശരിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മൂക്കടപ്പുള്ളപ്പോഴേക്ക് അങ്ങനെ ചെയ്യുക. എത്ര സമയം ഇരിക്കണം? ചിലപ്പോൾ 1 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലർക്ക് മൂക്കടപ്പ് മാറ്റിയെടുക്കാൻ പറ്റും, ചിലർ 10 മിനിറ്റോളം ഇരിക്കേണ്ടി വരും. ഇനി വളരെ കഠിനമായിട്ട് ശരിക്കും ബ്ലോക്ക് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വച്ചിട്ടും രക്ഷയില്ലെന്നുണ്ടെങ്കിൽ കൈകൾ മുഷ്ടി ചുരുട്ടി വയ്ക്കുക. അപ്പോൾ പ്രഷർ കൂടും. ഇനി ഇത് തന്നെ 2 തരത്തിൽ ചെയ്യാറുണ്ട്. മുഷ്ടി തള്ള വിരലും മടക്കി ചെയ്യാറുണ്ട്, തള്ള വിരലും മുകളിൽ വെച്ചും പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാലും അതുപോലെ ചെയ്യുക, ഇരുന്ന് ബ്രീത്ത് ചെയ്യുക. ഓക്കെ, എന്നാൽ പരിശീലിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.